ഇപ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു ആയുർവേദ മരുന്നെന്നുള്ള പേരിൽ യൂറോപ്പിൽ വിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ കോട്ടക്കൽ ആര്യവൈദ്യശാല അവർ പല മരുന്നുകളും പുറത്തിറക്കുന്ന ഫുഡ് സപ്ലിമെൻ്റ് എന്ന നിലയാണ്. അവർക്കൊരു മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടി വരും. ഡബിൾ ബ്ലൈൻഡ് ട്രിപ്പിൾ ബ്ലൈൻഡ് ഒക്കെ എന്നുള്ള കുറേ മെത്തഡോളജിക്കലായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്തെങ്കിൽ മാത്രമേ അവർക്കതൊരു മരുന്നാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവർ പറയും ഇത് കഴിച്ചാൽ കൊള്ളാം, ഇതിൻ്റെ കൂടെ അതുകൂടെ കഴിച്ചോളൂ എന്നുള്ള രീതിയിലാണ് അവരത് വിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്കവിടെ ക്ലെയിം ചെയ്യാൻ കഴിയാത്തത്? അവർക്ക് അങ്ങനെ റിസൾട്ട് ഓറിയൻറ്റഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പല മരുന്നുകളും ബാൻ ചെയ്തിട്ടുണ്ട്, ആയുർവേദ മരുന്നുകൾ, പ്രത്യേകിച്ച് ഹെവി മെറ്റൽസ് ടോക്സിസിറ്റി, മെർക്കുറി, സിങ്ക്, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അപ്പം ആ മരുന്ന് പല കഷായങ്ങളിലും ഈ സാധനമുണ്ട്. നമ്മളിതൊന്നും അറിയില്ല. നമ്മൾ ഈ കഴിക്കുന്ന കഷായം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ മരുത്വാമല മൊത്തം നമുക്ക് ആവശ്യമില്ല, നമുക്ക് മൃഗസഞ്ജീവനി മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു എക്സ്ട്രാക്ഷൻ അവിടെ നടക്കുന്നില്ല. ഈ ആയുർവേദം അല്ലാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും മോഡേൺ